കുഞ്ഞോട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും ഏട്ടനും എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ടൗണിലേക്ക്. അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പെൻഡിങ്ങിലുണ്ടായിനി. ഇതുപോലത്തെ ക്യാപ്പ്, കേക്ക് വെക്കാനുള്ള ഒരു സ്റ്റൂൾ പോലത്തതും, പിന്നെ മണ്ണെന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഡെമോ പീസും, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും എറണാകുളം കൂടി കേക്ക് വാങ്ങാൻ പോയി. കേക്ക് നമ്മളൊരു മാമി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ മാമീൻ്റെ വീട്ടിൽ പോയി സാധനം എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അലമാരയാണ് കൊടുക്കുന്നത്. കുറേ ടോയ്സ് എല്ലാം ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നതിന് പകരം ഇതുപോലത്തെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം വാങ്ങിയാൽ അത് അവർക്കും ഒരു സന്തോഷമായിരിക്കും. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഡ്രസ്സിൻ്റെ എണ്ണം കൂടും, ഇത് വെക്കാനുള്ള സ്ഥലം വേണം. അപ്പോൾ ഈ ഒരു അലമാര പോലത്തെ എല്ലാം ആകുമ്പം കുറച്ചും കൂടി നമുക്ക് ഒരു നല്ലതായിരിക്കും. ഇങ്ങനത്തെ എല്ലാം കിട്ടുക ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. എറണാകുളം തീരെ ഇഷ്ടമുണ്ടായിട്ടില്ല, വലിയ കാറെല്ലാം വാങ്ങാൻ നിന്ന ആളാണ്. അങ്ങനെ ഞാൻ കൺവിൻസ് ചെയ്ത് അവസാനം അതന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രിപ്പറേഷൻസ്, അതായത് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്രേ. എല്ലാം അർജുനേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഒരു ബർത്ത്ഡേൻ്റെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടില്ല. അങ്ങനെ കുഞ്ഞൂട്ടൻ്റെ മന്ത് വയസ്സിലെ കുറച്ച് ഫോട്ടോസും അതെല്ലാം ഇങ്ങനെ വാളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് റെഡി ആവണം. ഞാൻ റെഡി ആയിട്ടില്ല. രാവിലെ ഞാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോയതേ ഉള്ളൂ. ഇനി എനിക്ക് റെഡി ആവണം. അങ്ങനെ ഞാൻ വേഗം റെഡി ആവാൻ കയറി. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടാവില്ല. ആൾക്കാരെല്ലാം വന്നാൽ തുടങ്ങിയാൽ പിന്നെ ഞാൻ അങ്ങനെയേ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വേഗം പോയി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സമയം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്രേ. അങ്ങനെ കുറച്ച് സമയം പുറത്തിരുന്നു. കുറേ നേരം വർത്താനം എല്ലാവരും കൂടി പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വന്ന്. പിന്നെ ഇത് എറണാകുളം അച്ഛനും പിന്നെ എൻ്റെ പെങ്ങളെ മോളും ആണിത്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനം കാണിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കേക്കെല്ലാം വെച്ച് റെഡിയായി ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. കേക്ക് കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്ങളെയും പെങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുകയാണ്. കാരണം രണ്ടാൾക്കാരുടെയും ബർത്ത്ഡേ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്തതാണ്. മോളെ ബർത്ത്ഡേ ജൂൺ 21 കഴിഞ്ഞു. അപ്പം മോൻ്റെത് ജൂൺ 26 അപ്പം മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജൂൺ 26 രണ്ടാളെ ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്തു. മോളതിന് ചെറിയൊരു കേക്ക് മുറിച്ച് നമ്മൾ അന്നേരം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിന്. ഇതിപ്പം വലിയ രീതിയിൽ ആക്കി. അങ്ങനെ കേക്കും ഗിഫ്റ്റ്സ് എല്ലാം കൊടുക്കലും വാങ്ങലെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് പുഴേൻ്റെ സൈഡിലേക്ക് പോവേന്ന്. അങ്ങനെ അരുണാടിൻ്റെ അച്ഛനും വലിയച്ഛനും അരുണാടിൻ്റെ അനിയനാണ് ഫോട്ടോ എടുത്തിരുന്നത്. അങ്ങനെ കുട്ടികളതും വലിയ ആൾക്കാരതും എല്ലാവരും കൂടി ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് എല്ലാം നമ്മളെടുത്ത് ഇനി നെക്സ്റ്റ് ഭക്ഷണം കഴിക്കാൻ പോകണം. ഫുഡിൻ്റെ ഫുൾ നമ്മൾ സെക്ഷൻ മിതുവാട്ടിനെ ഏൽപ്പിച്ചിന്. മിതുവാട്ടിനാണ് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് കൊണ്ടു തന്നത്. മിതുവാട്ടിനെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അറിയാം. കാരണം മിതുവാട്ടൻ എന്നെ ചേച്ചിനെയും ആദ്യമായിട്ട് കോൽക്കളി പഠിപ്പിച്ച നമ്മളെ മാഷാണ്. അന്ന് മുതലുള്ള പരിചയമാണ് നമുക്കിപ്പോൾ. അങ്ങനെ നമ്മൾ ആ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു. ഞാനും അമ്മയും ചേച്ചിയും മാമിയും ഏട്ടനും എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഇതാണ് നമ്മൾ ഇന്നത്തെ ഭക്ഷണം ഉണ്ടായത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും സെറ്റായി. അപ്പം നമ്മൾ എല്ലാവരും മെല്ലെ മെല്ലെ ഇറങ്ങി തുടങ്ങലായി. ആൾക്കാരെല്ലാം ഇറങ്ങി തുടങ്ങലായി. അങ്ങനെ നമ്മളെ കുഞ്ഞൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും ആമയുടെ 4th ബർത്ത്ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിന്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതോടുകൂടി തീർന്നു. അപ്പം എല്ലാവർക്കും ടാറ്റാ.